ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് അക്വേറിയം ഈസി ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മളെ ഫിൽറ്റർ ഓഫാക്കുക. എന്നിട്ട് അക്വേറിയത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ലവണ്ണം സ്പോഞ്ചോ എന്തോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ അടിയിലുള്ള വേസ്റ്റുകളൊക്കെ ഇതുപോലത്തെ ഷൈഫൻ പൈപ്പ് ഉപയോഗിച്ച് വലിച്ച് ഏകദേശം 50% നല്ല ക്ലീനായ അക്വേറിയമാണെങ്കിൽ 30% വെള്ളം വലിച്ചാൽ മതി. അല്ലെങ്കിൽ 50% വരെ വെള്ളം നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് സെയിം ടെമ്പറേച്ചറിലെ വെള്ളം നമ്മൾ വീണ്ടും അതിലോട്ട് നിറക്കുക. ഡയറക്റ്റ് നമ്മുടെ മെയിൻ ടാങ്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഉച്ച സമയത്തുള്ള വെള്ളം കയ്യിൽ നിന്ന് എടുക്കരുത്. കയ്യിൽ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് രാവിലെ ആയിരിക്കണം, അല്ലെങ്കിൽ വൈകിട്ട്. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്നുള്ള വേരിയേഷൻ ഫിഷിന് സ്ട്രെസ് ഉണ്ടാക്കുകയും അതുമൂലം അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സെയിം ടെമ്പറേച്ചറിലെ വെള്ളം ഉപയോഗിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, വെള്ളം നിറക്കുമ്പോൾ ചില ആളുകൾ വലിയ ഓസ് വെച്ച് പെട്ടെന്ന് നിറയാൻ വേണ്ടിയിട്ട് നിറക്കുന്നുണ്ട്. അത് മീനുകൾക്ക് സ്ട്രെസ് ഉണ്ടാക്കും. നിങ്ങൾക്കൊരു ചെറിയ ഓസ് ഉപയോഗിച്ച് ചെറുതായിട്ട് വെള്ളം കീറുന്നതായിരിക്കും ഫിഷിന് നല്ലത്. അതുപോലെ ഫിൽറ്റർ ഇപ്പോൾ ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല. ഫിൽറ്റർ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ അക്വേറിയം ക്ലീൻ ചെയ്യുമ്പോൾ ഒന്നിച്ച് എല്ലാം ചെയ്യരുത്. ഇന്ന് അക്വേറിയം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ 2 ദിവസം മുന്നേ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്യുക. അക്വേറിയം നമ്മൾ എല്ലാ ഞായറാഴ്ചയും അരമണിക്കൂർ ചിലവാക്കിയിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ, റീഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫിഷുകൾ ചാവുന്നതും അതുപോലെ അക്വേറിയത്തിൻ്റെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റിയും നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് കടയിൽ വരുന്ന പലരും ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു വീഡിയോ രൂപത്തിൽ മറുപടി വരികയാണ് ഞാൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അക്വേറിയം സംബന്ധമായ കാര്യങ്ങൾ ഇനി ഒരുപാട് വീഡിയോസ് ഇടാനുണ്ട്. അക്വേറിയം ഉള്ള ആളുകൾ ഈ ചാനലിനോ കൂടെ നമ്മൾ ഒന്നിച്ച് ചേരുക. നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്.
മതിയോ?